We have done a lot of stories dealing with the racial discrimination. Here we are discussing such a topic, The Conservationist by Nathaniel Godimer. Nathaniel Godimer is a famous South African writer who received the Nobel Prize for Literature in 1991. 1991 സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം നേടിയ പ്രശസ്ത സൗത്ത് ആഫ്രിക്കൻ എഴുത്തുകാരൻ നഥാനിൽ ഗോഡിമറുടെ ദ കൺസർവേഷനിസ്റ്റ് എന്ന നോവലാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. This novel brought him the Booker McGonagall Prize for Fiction. നമ്മൾ പറഞ്ഞു സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം നേടിയ വ്യക്തിയാണ്. അദ്ദേഹത്തിന് ഈ നോവലിന് ബുക്കർ മാക്ഗോണൽ അവാർഡ് ലഭിച്ചിട്ടുണ്ട്. And the novel deals with apartheid and so it was banned in South Africa. അപ്പാർത്തൈഡിനെ കുറിച്ച്, റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ, ആ വർണ്ണ വിവേചനത്തെ കുറിച്ചാണ് ഈ നോവല് പ്രതിപാദിക്കുന്നത്. അതുകൊണ്ട് തന്നെ സൗത്ത് ആഫ്രിക്കയിൽ നിരോധിക്കപ്പെട്ട ഒരു നോവലാണ് ദ കൺസർവേഷനിസ്റ്റ് എന്ന ഈ നോവൽ. ഇറ്റ് വാസ് സെറ്റ് ഇൻ ഏർലി 1970s. 1970കളിലെ തുടക്കത്തിന്റെ ആ ഒരു പശ്ചാത്തലമാണ്. ആൻഡ് ദ പ്രൊട്ടഗണിസ്റ്റ് ഓഫ് ദ സ്റ്റോറി ഈസ് മെഹറിംഗ്, എ റേഷ്യലിസ്റ്റ് റിച്ച് ആൻഡ് അട്ടർലി ബോറിംഗ് വൈറ്റ് മാൻ. ഇതിലെ പ്രധാന കഥാപാത്രം മെഹറിംഗ് എന്ന വ്യക്തിയാണ്. അദ്ദേഹം ഒരു റേസിസ്റ്റ് ആണ്, ഒരു വർണ്ണവിവേചനം കാത്തു സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ്, ഒരു വൈറ്റ് ആണ്, വെള്ളക്കാരനാണ്. അദ്ദേഹത്തിന് തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ജോലിക്കാരോട് അല്ലെങ്കിൽ വൈറ്റ് മാൻ ബ്ലാക്ക് വൈറ്റ് എന്ന ഒരു റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ മനസ്സിൽ കാത്തു സൂക്ഷിക്കുന്ന വ്യക്തി. അതോടൊപ്പം തന്നെ പണക്കാരനാണ്. ആൻഡ് ഹി ഈസ് അട്ടർലി എ ബോറിംഗ് മാൻ, വളരെ ബോറിംഗ് ആയിട്ടുള്ള ഒരു വെള്ളക്കാരൻ, വളരെ പ്രൗഢിയോടുകൂടി എന്നാൽ തന്റെ ആ ഒരു അഹംഭാവം പുറത്തു കാണിക്കുന്ന ഒരു വ്യക്തി. He is a middle-aged businessman who is not so smart. ഒരു ബിസിനസ്സുകാരനാണ്, പക്ഷേ അധികം സ്മാർട്ട് ഒന്നുമല്ല, അധികം വലിയ സ്മാർട്ട് ഒന്നും അല്ലാത്ത ഒരു ബിസിനസ്സുകാരൻ. ആൻഡ് he has money and has several mistresses. ഇഷ്ടംപോലെ പൈസയുണ്ട്, അതേപോലെ തന്നെ ധാരാളം വെപ്പാട്ടികളും ഒക്കെ ഉള്ള ഒരു വ്യക്തി, സ്ത്രീലമ്പടനായിട്ടുള്ള വ്യക്തി. He buys a 400-acre farm just outside of the city on a whim, just to have an extra weekend hobby. നമ്മൾ പറഞ്ഞു ഇഷ്ടംപോലെ പൈസയുള്ള ആളാണ്, അതേപോലെ തന്നെ സ്ത്രീലമ്പടനാണ്. അതുകൊണ്ട് ഒരു 4 acre ഫാം വാങ്ങിയിട്ടുണ്ട്. സിറ്റിയുടെ പുറത്ത് ഒരു ഗ്രാമപ്രദേശത്ത് 4 acre ഫാം വാങ്ങിയിട്ടുണ്ട്. ജസ്റ്റ് വാങ്ങിയത് അദ്ദേഹത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ടു എൻജോയ് ദ വീക്കെൻഡ്സ്. ആ വീക്കെൻഡുകളില് അവിടെ സ്ത്രീകളെയൊക്കെ കൂട്ടിപ്പോയി അവിടെ നടിച്ചു പൊളിക്കുക, അങ്ങനെയുള്ള ലക്ഷ്യത്തിലാണ് ഈ ഒരു ഫാം വാങ്ങുന്നത്. ഈവൻ ദോ മെഹറി ഈസ് റിച്ച്, ഹി ഈസ് നോട്ട് കണ്ടന്റഡ് ആൻഡ് ഹാപ്പി. വളരെ സമ്പന്നനാണ്, ബിസിനസ്സുകാരനാണ് എന്നൊക്കെ ആണെങ്കിൽ തന്നെയും ഹി ഈസ് നോട്ട് ഹാപ്പി ആൻഡ് കണ്ടന്റഡ്, സന്തോഷമില്ല, അതേപോലെ ഒരു തൃപ്തിയില്ലാത്ത മനുഷ്യനാണ്. ഹിസ് വൈഫ് ലെഫ്റ്റ് ഹിം ടു ഗോ ടു അമേരിക്ക. ഒന്നാമത്തെ കാരണം, അമേരിക്കയിലേക്ക് പോകാൻ വേണ്ടി അദ്ദേഹത്തെ വിട്ട് അദ്ദേഹത്തിന്റെ ഭാര്യ പോകുന്നു. ആൻഡ് ഹിസ് ടീനേജ് സൺ ഈസ് റെബലിയസ്. അദ്ദേഹത്തിന് ടീനേജിലുള്ള ഒരു മകനുണ്ട്. ആ മകൻ വളരെ റെബലിയസ് ആണ്, വളരെയധികം വിപ്ലവകാരിയായ ഒരു മനുഷ്യൻ. ഇയാൾ പറഞ്ഞാലൊന്നും കേൾക്കാത്ത ഒരു ചെക്കൻ. ആൻഡ് ദ ആഫ്രിക്കൻ വർക്കേഴ്സ് ഓൺ ഹിസ് ഫാം ഡു നോട്ട് അപ്രീഷിയേറ്റ് ഹിം. പിന്നെ അദ്ദേഹത്തിന്റെ ആഫ്രിക്കൻ വർക്കേഴ്സ് ആണ് അദ്ദേഹത്തിന്റെ ഫാമിലുള്ളത്. നമ്മൾ പറഞ്ഞു 4 acre ഫാമുണ്ട്. ആ ഫാമിൽ ജോലി ചെയ്യുന്നവര് ആഫ്രിക്കൻസ് ആണ്, ദാറ്റ് മീൻസ് ബ്ലാക്ക് പീപ്പിൾ. അവർ അദ്ദേഹത്തെ പരിഗണിക്കുന്നില്ല. അതായത് ഇയാൾ വൈറ്റ് യജമാനനാണ്, പക്ഷെ വൈറ്റ് ആണെങ്കിൽ തന്നെയും അവർ തീരെ വില കൊടുക്കുന്നില്ല ഇയാൾക്ക്. അപ്പൊ അങ്ങനെ എല്ലാ കാര്യങ്ങൾ കൊണ്ട് ഹി ഈസ് നോട്ട് സാറ്റിസ്ഫൈഡ് ഓർ കണ്ടന്റഡ് ഇൻ ഹിസ് ലൈഫ്. ചോദിക്കാം, വാട്ട് ആർ ദ റീസൺസ് ഫോർ ഹിസ് അൺഹാപ്പിനെസ് ഇൻ ഹിസ് ലൈഫ്? ചോദിക്കാം. അപ്പോ ഒന്നാമത്തേത് ഭാര്യ, ഹിസ് വൈഫ് ലെഫ്റ്റ് ഹിം and went to America. Next, his teenage son is rebellious. The third one is his African workers do not appreciate him. Then Mehri is not a violent man, but his racism is clear through his actions and beliefs. മെഹറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു ക്രൂരനായ മനുഷ്യനൊന്നുമല്ല, പക്ഷേ അയാളുടെ ആ കാഴ്ചപ്പാടുകളിലും പ്രവൃത്തിയിലും ഒക്കെ നമുക്ക് ആ ഒരു റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ കാണാൻ സാധിക്കും. താൻ ഒരു വെള്ളക്കാരനാണ്, താൻ പറയുന്നത് എല്ലാവരും കേൾക്കണം, താൻ യജമാനനാണ് എന്നൊക്കെ ഉള്ള ഒരു ഭാവം അയാളുടെ പ്രവൃത്തിയിലും വിശ്വാസത്തിലും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. And he believes that as he is a white man, he is superior and firmly believes that a black and white hierarchy is inevitable and natural. അദ്ദേഹത്തിന്റെ വിശ്വാസം
താൻ ഒരു വൈറ്റ് മാൻ ആണ്, അതുകൊണ്ട് താൻ സുപ്പീരിയർ ആണ്, താനാണ് ഏറ്റവും മുകളിലുള്ളത്, കാരണം താൻ ഒരു വൈറ്റ് ആണ്. തന്റെ താഴെയുള്ളവരാണ് ബ്ലാക്ക് പീപ്പിൾ. അതായത് ആ ഒരു ഹൈരാർക്കി ഉണ്ടാകണം സമൂഹത്തിൽ. അങ്ങനെ ഒരു ഹൈരാർക്കി, ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ജാതി വ്യവസ്ഥ പോലെ, കേരളത്തിലെ ആ ഒരു ഫോർകാസ്റ്റ് ചാതുർവർണ്ണ്യം, ആ ചാതുർവർണ്ണ്യം പോലെ ബ്രാഹ്മിൻസ്, ക്ഷത്രിയ, വൈശ്യാൻ, ശുദ്ര എന്ന ചാതുർവർണ്ണ്യം പോലെ ബ്ലാക്ക് ആൻഡ് വൈറ്റ്, അതിന് വൈറ്റ് മേളില് അവരുടെ താഴെയാണ് ബ്ലാക്ക് എന്നുള്ള ഒരു കോൺസെപ്റ്റ് ആണ് അദ്ദേഹത്തിന്റെ. ആ ഒരു ഹൈരാർക്കി, ആ ഒരു ശ്രേണി വേണം, അത് നാച്ചുറൽ ആണ് എന്നാണ് അദ്ദേഹം വിശ്വസിക്കുന്നത്. ആൻഡ് ടെറി ഈസ് മെഹറിങ്സ് 16-year-old സൺ. നമ്മൾ പറഞ്ഞു അദ്ദേഹത്തിന് ഒരു ടീനേജിലുള്ള മകനുണ്ട്, വളരെ റെബല്യസ് ആയിട്ടുള്ള ഒരു വിപ്ലവകാരിയാണ്, അവന്റെ പേര് ടെറി എന്നാണ്. ആൻഡ് ഹി ഈസ് എ പോളാർ ഓപ്പോസിറ്റ് ഓഫ് ഹിസ് ഫാദർ. ഇയാളുടെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് ടെറിയുടെ സ്വഭാവം. ഹി ഈസ് ലിബറൽ ആൻഡ് ഈസ് പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ പൊളിറ്റിക്കൽ റെബല്യസ്. ഈ അച്ഛന്റെ, അതായത് മെഹറിങ്ങിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് സ്വഭാവമാണ്. ഈ സമൂഹത്തിൽ ഈ അപ്പാർത്തൈഡ് മാറണം എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ് 16 വയസ്സുള്ള ടെറി എന്ന ചെക്കൻ. ആൻഡ് മെഹറിങ് ബ്ലെയിംസ് ടെറീസ് ബിഹേവിയർ ഓൺ ടീനേജ് arrogance and selfishness, and he hopes that he will take the responsibility of his farm one day. മെഹറിങ് പറയുന്നത് ഇവന്റെ ഈ പ്രായത്തിന്റെ തിളപ്പാണ്, അല്ലെങ്കിൽ ചോരയുടെ തിളപ്പാണ്, ചോരത്തിളപ്പ് കൊണ്ടാണ് അവൻ ഈ വിപ്ലവത്തിന് പുറപ്പെടുന്നത്. അതൊക്കെ മാറുമ്പോഴവൻ ഈ ഫാമിന്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്ത് ഒരു വെള്ളക്കാരനായിട്ട്, ഒരു വൈറ്റ് മാനായിട്ട് സുപ്പീരിയർ പൊസിഷനിലേക്ക് വരും എന്ന ഒരു വിശ്വാസമാണ് മെഹറിങ്ങിനുള്ളത്. അന്റോണിയ ഈസ് മെഹറിങ്സ് ഗേൾ ഫ്രണ്ട്. അന്റോണിയ എന്ന പെൺകുട്ടി മെഹറിങ്സിന്റെ കാമുകിയാണ്. നമ്മൾ പറഞ്ഞു ഭാര്യ അമേരിക്കയിലേക്ക് അയാളെ ഉപേക്ഷിച്ചു പോയി, കുറെ വെപ്പാട്ടികളുണ്ട്, അതിലെ ഒരു ഗേൾ ഫ്രണ്ട് ആണ് ആന്റോണിയ. ആൻഡ് ഷീ ചാലഞ്ചസ് ഹിസ് ബിലീഫ്സ്. അവൾ എപ്പോഴും ഒരു വിപ്ലവകാരിയാണ്, അവള് എല്ലായ്പ്പോഴും ഇയാളുടെ വിശ്വാസങ്ങളെ ചാലഞ്ച് ചെയ്യുന്ന ഒരു പെൺകുട്ടിയാണ്. ആൻഡ് ഹി ബ്രിങ്സ് ഹർ ടു ദ ഫാം ഇൻ എവറി വീക്കെൻഡ്സ്, ബട്ട് ഷീ ബ്ലെയിംസ് ഹിം ഫോർ ബീയിങ് ഒബ്സസ്ഡ് വിത്ത് ഹിസ് മണി. എല്ലാ വീക്കെൻഡിലും നമ്മൾ പറഞ്ഞു ഈ 4 ഏക്കർ ഫാം വാങ്ങിയത് തന്നെ ജസ്റ്റ് ഫോർ എൻജോയ്മെന്റ് ഓർ വീക്കെൻഡ് എൻജോയ്മെന്റ്സിന് വേണ്ടിയിട്ടാണ് അയാൾ ആ ഫാം വാങ്ങിയത്. ഈ പെണ്ണുങ്ങളെയും കൂട്ടി സ്ഥിരം ഈ ഫാമിൽ വരുന്ന ഒരു വ്യക്തി. അങ്ങനെ എല്ലാ ആഴ്ചയുടെ അവസാനവും ഈ അന്റോണിയ എന്ന പെൺകുട്ടിയുമായിട്ട് അവിടെ വരാറുണ്ട്. പക്ഷേ അവിടെ എത്തുന്ന സമയത്ത് ഇവൾ ഇയാളെ കുറ്റപ്പെടുത്തുകയാണ് ചെയ്യുന്നത് ഫോർ ബീങ് ഒബ്സസ്ഡ് വിത്ത് ഹിസ് മണി. പണത്തെ ഇങ്ങനെ വല്ലാതെ ആർത്തിയോടെ സ്നേഹിക്കുന്നു, അല്ലെങ്കിൽ പണത്തിനോടുള്ള അയാളുടെ ആ ഒരു പെരുമാറ്റം കണ്ടിട്ട്, പണത്തോടുള്ള ആർത്തി കണ്ടിട്ട് ഈ പെൺകുട്ടി അയാളെ കുറ്റപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അന്റോണിയ മെഹറിങ്ങിനെ കുറ്റപ്പെടുത്തുന്നു. And she is a revolutionary activist that who often expects a radical change in South Africa. ടെറിയെ പോലെ തന്നെ വളരെ വിപ്ലവകാരിയായ ഒരു പെൺകുട്ടിയാണ്. ആൻഡ് ഷീ ഓൾസോ എക്സ്പെക്ട്സ് എ റാഡിക്കൽ ചേഞ്ച് ഇൻ സൗത്ത് ആഫ്രിക്ക. സൗത്ത് ആഫ്രിക്കയില് വളരെ സമൂലമായ ഒരു മാറ്റം, ടോട്ടൽ ചേഞ്ച് ആഗ്രഹിക്കുന്ന ഒരു പെൺകുട്ടി. ആൻഡ് മെഹറിങ് ഡിസഗ്രീസ് വിത്ത് ഹർ ആൻഡ് ഷീ ലെഫ്റ്റ് ഹിം. ഒരു ദിവസം രണ്ടുപേരും തമ്മിൽ വളരെയധികം വാഗ്വാദം ഉണ്ടാകുന്നു. നമ്മൾ പറഞ്ഞു ഇയാളൊരു സുപ്പീരിയർ പൊസിഷൻ ആഗ്രഹിക്കുന്ന ആളാണ്, വൈറ്റ് എന്ന കോൺസെപ്റ്റ് ആണ്. ഇവൾ നേരെ തിരിച്ചാണ്. ഈ ഒരു ടോട്ടൽ ചേഞ്ച്, സമൂഹത്തിലെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന ഡിസ്ക്രിമിനേഷൻ മാറണമെന്ന് ആഗ്രഹിക്കുന്ന അന്റോണിയ. അവർ തമ്മിൽ വാഗ്വാദമാകുന്നു. ആൻഡ് അറ്റ് ലാസ്റ്റ് ഷീ ലെഫ്റ്റ് ഹിം. Mehring expects that the world will give whatever he wants because of his status and power of his white race. മെഹറിങ് വിചാരിക്കുന്നത് ഹി ഈസ് എ വൈറ്റ് പേഴ്സൺ ആൻഡ് സോ ഹി ഈസ് സുപ്പീരിയർ. താൻ ഉന്നതനാണ്, വൈറ്റ് മാൻ ആണ്. ആൻഡ് സോ ദ വേൾഡ് വിൽ ഒബേ ഹിം. ഈ ലോകം മുഴുവൻ അദ്ദേഹത്തെ അനുസരിക്കും എന്ന് വിശ്വസിക്കുന്നു, മെഹറിങ് വിശ്വസിക്കണം. ബട്ട് ഹി മിസ്യൂസസ് ഹിസ് സ്റ്റാറ്റസ് ബൈ പ്രേയിങ് ഓൺ യങ് ഗേൾസ്. പക്ഷേ അയാൾക്ക് വെള്ളക്കാരൻ എന്ന ഒരു സ്റ്റാറ്റസ് ഉണ്ടെങ്കിൽ തന്നെ അയാൾ അത് മിസ്യൂസ് ചെയ്യുകയാണ്. ബൈ പ്രേയിങ് ഓൺ യങ് ഗേൾസ്. ചെറിയ പെൺകുട്ടികളെ ഉപദ്രവിക്കുകയാണ് അയാൾ ചെയ്യുന്നത്. അങ്ങനെ ഉപദ്രവിക്കുന്നതിലൂടെ, കാരണം ഈ ബ്ലാക്ക് ആയിട്ടുള്ള പെൺകുട്ടികളെ ഉപദ്രവിക്കുന്ന സമയത്ത് ആരും റെസ്പോണ്ട് ചെയ്യില്ല. ഇയാൾ വൈറ്റ് മാൻ ആണ്, അയാൾക്ക് ഒരു സുപ്പീരിയോറിറ്റി ഉണ്ട്, അതുകൊണ്ട് ചെറിയ കുട്ടികളൊന്നും ഇയാൾ എങ്ങനെ ഉപദ്രവിച്ചാലും അവർ റെസ്പോണ്ട് ചെയ്യില്ല. അങ്ങനെ അയാളുടെ അധികാരം ദുരുപയോഗം ചെയ്യുന്നു. For example, in an entire plane ride, he touches a teenage girl next to him, who remains silent, and when they land, she screams for her mother's help, but he is rescued. അതിന് ഏറ്റവും നല്ലൊരു ഉദാഹരണമായിട്ട് പറയുന്നത്, ഇയാൾ ഇങ്ങനെയുള്ള വൃത്തികെട്ടവനാണ് എന്ന് കാണിക്കുന്നതിന് ഒരു ഉദാഹരണം പറയുന്നത്, ഒരു പ്ലെയിൻ യാത്രക്കിടയിൽ തന്റെ അടുത്തിരുന്ന ഒരു ചെറിയ പെൺകുട്ടിയെ അയാൾ ഉപദ്രവിച്ചുകൊണ്ടേയിരുന്നു. ആ പെൺകുട്ടിയെ ശരീരത്തിൽ തൊട്ട്
മോശമായ രീതിയിൽ സെക്ഷൽ അബ്യൂസ് ചെയ്യാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. ആ പെൺകുട്ടി ആ യാത്ര പൂർണ്ണമാകുന്നത് വരെ, ആ പ്ലെയിനിൽ നിന്നും ലാൻഡ് ചെയ്യുന്നത് വരെ ആ പെൺകുട്ടി ഈ സംഭവത്തെ കുറിച്ച് പറഞ്ഞില്ല, ആരോടൊന്നും അറിയിട്ടില്ല. അവസാനം അവിടെ ലാൻഡ് ചെയ്യുന്ന സമയത്ത് ഈ പെൺകുട്ടി തന്റെ അമ്മയോട് മറ്റുള്ള യാത്രക്കാരോടും ഈ ഒരു സഹായത്തിന് വേണ്ടി അപേക്ഷിക്കുന്നു. അതിനു വേണ്ടിയിട്ട് അലറിക്കറിയുന്നു. പക്ഷേ ആ ഒരു സാഹചര്യത്തിൽ നിന്നും അയാൾ വെള്ളക്കാരൻ എന്ന ഒരു പൊസിഷൻ ആയതുകൊണ്ട് തന്നെ അവിടെ നിന്ന് അയാൾ നൈസായിട്ട് ഊരിപ്പോകുന്നു. ആൻഡ് ജക്കോബസ് മെഹറിങ്സ് ഫോർമർ is the person who suffers his power of abuse. ഇനി അയാളുടെ ഈ അധികാര ഭ്രാന്ത് അല്ലെങ്കിൽ അയാളുടെ ആ ഒരു സുപ്പീരിയോറിറ്റി ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് അയാളുടെ ഫോർമാനായിട്ടുള്ള ജക്കോബസ് എന്ന വ്യക്തിക്കാണ്. He is in charge of the farm in Mehring's absence but is not accepted. മെഹറിങ് ഇല്ലാത്ത സമയത്ത് ആ ഫാമിന്റെ മൊത്തം ചുമതലയും നോക്കി നടത്തേണ്ട ആള് ജക്കോബസ് ആണ്. പക്ഷേ ഒരിക്കലും മെഹറിങ് അയാളെ അംഗീകരിക്കുന്നില്ല. മെഹറിങ് ഈസ് നോട്ട് റെഡി ടു ആക്സെപ്റ്റ് ദ ഡെഡിക്കേഷൻ ഓഫ് ഹിസ് വർക്കേഴ്സ് ഓൾസോ. തന്റെ ജോലിക്കാരുടെ ആ ഒരു ഡെഡിക്കേഷൻ, ആത്മാർത്ഥതയെ പോലും അദ്ദേഹം പരിഗണിക്കുന്നില്ല. ഹി ഓഫൺ അബ്യൂസസ് ഫീമെയിൽ വർക്കേഴ്സ് ഫോർ ബീങ് ലേറ്റ് ടു വർക്ക് വിതൗട്ട് കെയറിംഗ് ഫോർ ഹർ ഹൗസ് ഹോൾഡ് വർക്ക് ആൻഡ് ചൈൽഡ് കെയർ. പലപ്പോഴും തന്റെ ഫീമെയിൽ വർക്കേഴ്സിനെ, സ്ത്രീ തൊഴിലാളികളെ അയാൾ അപമാനിക്കുന്നു. അവർ ജോലിക്ക് കുറച്ച് സമയം ലേറ്റ് ആയി കഴിഞ്ഞാൽ അവർക്കൊരു മാനുഷിക പരിഗണന, വീട്ടിൽ കുഞ്ഞുങ്ങളെ നോക്കാനുണ്ട്, അവരെ സ്കൂളിൽ വിടണം, അതേപോലെ തന്നെ വീട്ടിലെ ജോലികളെല്ലാം ഉണ്ട്, ഈ ഒരു പരിഗണന ഒന്നും കൊടുക്കാതെ വളരെ ശക്തമായിട്ട് അവരെ അധിക്ഷേപിക്കുകയാണ് ചെയ്യുന്നത്. അത്രത്തോളം ഒരു അധികാരം കാണിക്കുന്ന ഒരു വ്യക്തിയാണ് മെഹറിങ്. One day Mehring realizes that the workers do not get a lot of meat and it shows his oblivion and carelessness. ഒരു ദിവസം മെഹറിങ് മനസ്സിലാക്കുന്നു, ഈ ജോലിക്കാർക്ക് ആവശ്യത്തിനുള്ള മീറ്റ് കിട്ടുന്നില്ല, അവർക്ക് ആവശ്യത്തിനുള്ള ഇറച്ചി, ഭക്ഷണത്തിന് വേണ്ട കാര്യങ്ങൾ കിട്ടുന്നില്ല. തന്റെ അനാസ്ഥയാണ്, തന്റെ ഓർമ്മക്കുറവാണ് ഇതിനൊക്കെ കാരണമെന്ന് അദ്ദേഹം മനസ്സിലാക്കുന്നു. ആൻഡ് ഹി then buys a single slab of meat for them for Christmas but a dog steals it. അങ്ങനെ ഇവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്, ഈ വർക്കേഴ്സിന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ക്രിസ്മസ് ദിനത്തിൽ അദ്ദേഹം ഒരു വലിയ മീറ്റ്, ഒരു സ്ലാബ് ഓഫ് മീറ്റ് ആണ് വാങ്ങുന്നത്. പക്ഷേ അതൊരു പട്ടി കട്ടുകൊണ്ട് പോകുന്നു. ഒരു പട്ടി അവിടുന്ന് ആ ഇറച്ചി എടുത്തോണ്ട് പോകുന്നു. ആൻഡ് ഹി വാച്ചസ് ദം ബീറ്റിംഗ് ദ ഡോഗ് ബട്ട് ഡസൻറ്റ് ഇന്റർവീൻ. അദ്ദേഹം ഈ വർക്കേഴ്സ് ഈ പട്ടി തങ്ങളുടെ ഇറച്ചി കൊണ്ടുപോയ സമയത്ത് ഈ പട്ടിയെ അടിക്കുന്നുണ്ട്. ആ ഇറച്ചി തിരിച്ചു കിട്ടുമെന്നുള്ള വിശ്വാസത്തിൽ പട്ടിയെ അടിച്ചടിച്ച് പണിയാക്കുന്നത് ഈ മെഹറിങ് കാണുന്നുണ്ട്. പക്ഷേ ആ ഒരു സംഭവത്തിൽ അദ്ദേഹം ഇടപെടുന്നില്ല. ആൻഡ് വൺ ഡേ എ ബ്ലാക്ക് മാൻസ് ഡെഡ് ബോഡി വാസ് ഫൗണ്ട് ഓൺ ദ ഫാം. അങ്ങനെ ആ ദിവസം കഴിഞ്ഞു. ഒരു ദിവസം ഒരു ബ്ലാക്ക് മനുഷ്യന്റെ ഡെഡ് ബോഡി ആ ഫാമിൽ കാണപ്പെടുന്നു. ആൻഡ് ദ പോലീസ് കെയിം ആൻഡ് ആസ്ക്ഡ് ടു ബറി ദ ബോഡി വേർ ഇറ്റ് വാസ് ഫൗണ്ട്. പോലീസ് വരുന്നു. സദാ ഒരു നമ്മൾ പറയില്ലേ, ഒരു ഡെഡ് മാൻ, ആ മരിച്ച വ്യക്തി എന്ന് പറയുന്നത് ബ്ലാക്ക് ആണ്, അതുകൊണ്ട് തന്നെ ദ പോലീസ് ഗീവ്സ് നോ ഇമ്പോർട്ടൻസ്, ഒരു പ്രാധാന്യം കൊടുക്കുന്നില്ല ഡെഡ് ബോഡി. അങ്ങനെ ആ രീതിയിലേക്ക് അവർ വന്നിട്ട് പറയുന്നത് എന്താണ്, ഇതെവിടെയാണോ കിടന്നത് ആ സ്ഥലത്ത് തന്നെ അടക്കം ചെയ്യാൻ പറയുന്നു. അവിടെ തന്നെ കുഴിച്ചിട്ടോ എന്ന് പറഞ്ഞിട്ട് ഈ പോലീസുകാർ അവിടുന്ന് പോകുന്നു. ആൻഡ് മെഹറിങ് ഫെൽറ്റ് അൺഈസി ബിക്കോസ് ഓഫ് ദ ഡെഡ് ബോഡി ഇൻ ഹിസ് ലാൻഡ്. ഈ സമയത്ത് മെഹറിങ്ങിന് ഒരു അസ്വസ്ഥത തോന്നുന്നു. കാരണം തന്റെ 4 ഏക്കറാണ്, ആ ഏക്കറിനുള്ളിൽ തന്റെ കൃഷിഭൂമിയിൽ അല്ലെങ്കിൽ തന്റെ ഫാം ഹൗസിൽ, തന്റെ ഫാമിൽ ഒരു ഡെഡ് ബോഡി, മറ്റൊരാളുടെ ശവശരീരം അടക്കുക എന്ന് പറയുന്നത് മെഹറിങ്ങിന് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല. അയാൾ വളരെ അസ്വസ്ഥനാകുന്നു. ആൻഡ് വൺ നൈറ്റ് while he was walking by the river, his foot felt caught deep in mud and he fears that the dead man is disturbing him. ഒരു ദിവസം അദ്ദേഹം സന്ധ്യയ്ക്ക് രാത്രിയില് നദീതീരത്ത് കൂടെ നടക്കായിരുന്നു. അങ്ങനെ നടക്കുന്ന സമയത്ത് പെട്ടെന്ന് അയാളുടെ കാല് ചളിയിൽ താഴ്ന്നു പോകും. അങ്ങനെ ചെളിയിൽ താഴ്ന്ന സമയത്ത് അദ്ദേഹം ചിന്തിക്കുന്നത് ആ അടക്കം ചെയ്യപ്പെട്ട ആ മനുഷ്യൻ തന്നെ ഇങ്ങനെ പൂഴ്ത്തി വെക്കുകയാണ്, തന്നെ പോകാൻ അനുവദിക്കാതെ അയാൾ തന്റെ കാല് പിടിച്ചു വെക്കുകയാണ് എന്ന വിശ്വാസത്തിൽ അയാൾ പേടിച്ചു പോകും. അപ്പൊ ആ മരണത്തിന്റെ പിന്നിൽ ആരാണെന്നൊക്കെ നമുക്ക് ഊഹിക്കാൻ കഴിയുന്നതേ ഉള്ളൂ. അതിന്റെ ഡീറ്റെയിൽസ് പറയുന്നില്ലെങ്കിലും അത് ആ ആഫ്രിക്കൻ മനുഷ്യന്റെ മരണത്തിന് പിന്നിൽ മെഹറിങ് തന്നെയാണ്. Terry flees from South Africa and his ex-wife tells him that
Terry doesn't want to serve in the military and fight for what he feels wrong. ഈ സമയത്ത് ടെറി, അദ്ദേഹത്തിന് 16 വയസ്സുള്ള മെഹറിന്റെ മകനാണ്, അവൻ സൗത്ത് ആഫ്രിക്ക വിട്ടു പോകുന്നു. അങ്ങനെ സൗത്ത് ആഫ്രിക്ക വിട്ടു പോകുന്ന സമയത്ത് മെഹറിന് തന്റെ ഭാര്യയുമായിട്ട്, മുൻ ഭാര്യയുമായിട്ട് കോണ്ടാക്ട് ചെയ്യുന്നു. അങ്ങനെ അവളെ സമീപിക്കുന്ന സമയത്ത്, അതായത് ടെറിയുടെ അമ്മയാണ്, ടെറിയുടെ അമ്മ പറയുന്നത് അവന് ഈ സൗത്ത് ആഫ്രിക്കയിൽ മിലിറ്ററി പണിയെടുക്കാൻ താല്പര്യമില്ല, കാരണം അവൻ ആഗ്രഹിക്കുന്ന ഐഡിയയ്ക്ക് എതിരാണ് അവർ പ്രവർത്തിക്കുന്നത്. നമ്മൾ പറഞ്ഞു ഹീസ് എ റെവല്യൂഷണറി, ഒരു വിപ്ലവകാരിയാണ്. സമൂലമായ മാറ്റം, ടോട്ടൽ ചേഞ്ച് ഓർ റാഡിക്കൽ ചേഞ്ച് സൗത്ത് ആഫ്രിക്കയിൽ വരണമെന്ന് ആഗ്രഹിക്കുന്ന ടെറി, പക്ഷെ അവിടുത്തെ മിലിറ്ററി നടപ്പാക്കുന്നത് ഈ അപ്പാർത്തൈഡ് ആശയങ്ങളാണ്. അതായത് ദേ ആർ ഗിവിംഗ് മോർ ഇമ്പോർട്ടൻസ് ടു ദ വൈറ്റ് മാൻ. അപ്പൊ അങ്ങനെയുള്ള ആ ഒരു പ്രവർത്തനങ്ങൾ ഇഷ്ടപ്പെടാത്തത് കൊണ്ട് തന്നെ സൗത്ത് ആഫ്രിക്ക വിട്ട് ടെറി ഓടിപ്പോയതാണ് എന്ന് അദ്ദേഹത്തിന്റെ മുൻ ഭാര്യ പറഞ്ഞു കൊടുക്കുന്നു. ആൻഡ് ഷീ റിവീൽസ് ദാറ്റ് ഹി വിൽ നെവർ റിട്ടേൺ ടു സൗത്ത് ആഫ്രിക്ക. ഒന്നും കൂടി പറഞ്ഞു കൊടുക്കുന്നു, ഹി വിൽ നെവർ റിട്ടേൺ ടു സൗത്ത് ആഫ്രിക്ക. സൗത്ത് ആഫ്രിക്കയിൽ ഒരിക്കലും അവൻ ഇനി തിരിച്ചു വരില്ല എന്ന കാര്യവും അവൾ പറഞ്ഞു കൊടുക്കുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞു മെഹറിന് വിശ്വസിക്കുന്നത് വൺ ഡേ ഹി വിൽ ചേഞ്ച് ഓൾ ഹിസ് ആറ്റിറ്റ്യൂഡ്സ് ആൻഡ് ടേക്ക് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ഹിസ് ഫാം, അല്ലെ? അതായത് നമ്മൾ വിശ്വസിച്ചത് ഈ മെഹറിങ്ങിന്റെ വിശ്വാസം അതാണ്. ടെറി ഒരിക്കലും അവന്റെ ഈ വിപ്ലവ ചിന്തകൾ, ചോരത്തിളപ്പൊക്കെ അവസാനിക്കുന്ന സമയത്ത് വിപ്ലവ ചിന്തകൾ ഒഴിവാക്കി ഫാമിന്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്നതാണ്. പക്ഷേ ഇപ്പോ അവന്റെ അമ്മ, അതായത് മെഹറിങ്ങിന്റെ ഭാര്യ പറയുന്നു അവൻ ഇനി ഒരിക്കലും സൗത്ത് ആഫ്രിക്കയിലേക്ക് വരില്ല എന്ന് പറയുന്നു. ആൻഡ് എ ടെറിബിൾ ഫ്ലഡ് റൺസ് ത്രൂ ദ ടൗൺ ആൻഡ് മെഹറിൻ കനോട്ട് റീച്ച് ദ ഫാം. ഒരു ദിവസം വളരെ ശക്തമായ ഒരു വെള്ളപ്പൊക്കം അവിടെ ഉണ്ടാകുന്നു. ആ സമയത്ത് മെഹറിങ്ങിന് ഫാമിൽ എത്താൻ പറ്റാത്ത ഒരവസ്ഥ ഉണ്ടാകുന്നു. ആൻഡ് ഹി ഗിവ്സ് ദ ചാർജ് ടു ജക്കോബസ്. ആ ഫാമിന്റെ ചുമതല നമ്മൾ പറഞ്ഞു, ഇയാളുടെ ആബ്സെൻസിൽ ഇറ്റ് ഈസ് ജക്കോബ്സ് ഡ്യൂട്ടി ടു ടേക്ക് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ദ ഫാം. ഫാമിന്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കേണ്ടത് ജക്കോബസ് ആണ്. അങ്ങനെ മെഹറിന് ജക്കോബസിന് ആ ജോലി ഏൽപ്പിച്ചു കൊടുക്കുന്നു. And he gives the charge to Jacobus, and the intense flood waters bring the buried dead body back to the surface, and Jacobus thinks that the body needs a proper burial, and thus the workers do so. ഈ വെള്ളപ്പൊക്കത്തില് ശക്തമായ വെള്ളം ഇങ്ങനെ ഒഴുകി വരുന്ന സമയത്ത് പണ്ട് കുഴിച്ചിട്ട ആ ഡെഡ് ബോഡി വെള്ളത്തിന് മുകളിലേക്ക് പൊങ്ങി വരുന്നു. അതായത് കുഴിച്ചിട്ട ആ ഡെഡ് ബോഡി മുകളിലേക്ക് പൊങ്ങി വരുന്നു. ഈ സമയത്ത് ജക്കോബസ് മറ്റുള്ള വർക്കേഴ്സും ഇത് കാണുന്നു. ഈ സമയത്ത് ജക്കോബസ് ചിന്തിക്കുന്നത് അയാളുടെ ശരീരം വീണ്ടും കാണാൻ ഇടയായത് അയാൾക്കൊരു പ്രോപ്പർ ബറിയൽ കൊടുക്കാനിട്ടാണ്. ശരിയായ രീതിയിലുള്ള ഒരു ശവസംസ്കാരം അയാൾക്ക് കിട്ടാത്തത് കൊണ്ട് അയാളുടെ ആത്മാവ് ഇങ്ങനെ അലിഞ്ഞു തിരിയാണ്. നമ്മളുടെ വിശ്വാസം പോലെ തന്നെയാണ്. അതായത് എന്താണ്, പ്രോപ്പർ ബറിയൽ, അനുയോജ്യമായിട്ടുള്ള ഒരു ശവസംസ്കാര ചടങ്ങ് കിട്ടാത്തത് കൊണ്ടാണ് ഈ ഡെഡ് ബോഡി ഇങ്ങനെ അലഞ്ഞു നടക്കുന്നത്. അതുകൊണ്ട് ഒരു നല്ല ഒരു മരണാനന്തര ചടങ്ങ് അല്ലെങ്കിൽ പ്രോപ്പർ ബറിയൽ അതിന് വേണം, ഒരു നല്ല ഒരു അടക്കം ഈ ഡെഡ് ബോഡിക്ക് വേണമെന്ന് ചിന്തിച്ച് ഈ വർക്കേഴ്സ് എല്ലാം കൂടി ഒരു നല്ല ഒരു ബറിയൽ ഈ ഒരു ഡെഡ് ബോഡിക്ക് കൊടുക്കുന്നു. അങ്ങനെയാണ് ഈ നോവല് അവസാനിക്കുന്നത്. ഇതിൽ ചോദിക്കാവുന്നത് ദ കൺസർവേഷണലിസ്റ്റ് എന്ന ടൈറ്റിലാണ്. കൺസർവേഷണലിസ്റ്റ് മീൻസ് ദ പേഴ്സൺ ഹാവിങ് സ്ട്രോങ് ബിലീഫ്സ് ഓഫ് ഹിസ് ഓൺ. തൻ്റെതായിട്ടുള്ള ആശയങ്ങൾ, ആ ഒരു സുപ്പീരിയോറിറ്റി കോംപ്ലക്സ്, ഇതൊക്കെ കാത്തു സൂക്ഷിക്കുന്ന വ്യക്തിക്കാണ് കൺസർവേഷണലിസ്റ്റ് എന്ന് പറയുന്നത്. മെഹറിനാണ് കൺസർവേഷണലിസ്റ്റ് പ്രധാന കഥാപാത്രം. പിന്നീട് ഇതിനകത്ത് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ് വാട്ട് ആർ ദ റീസൺസ് ഫോർ ദ ഡിസ്കണ്ടന്റ് ഓർ അൺഹാപ്പിനെസ് ഓഫ് മെഹറിൻ. പിന്നീട് ഇതിൽ ചോദിക്കാവുന്നത് ക്യാരക്ടർ സ്കെച്ച് ഓഫ് ടെറി. പിന്നീട് ആന്റോണിയ എന്ന പെൺകുട്ടിയുടെ ക്യാരക്ടർ സ്കെച്ച് ചോദിക്കാം. പിന്നീട് ജക്കോബസ് എന്ന ക്യാരക്ടർ സ്കെച്ച്. ജക്കോബസ് നമ്മൾ പറഞ്ഞു ഹി ഈസ് എ ഫോർമാൻ ഓഫ് മെഹറിൻ. ഇത്രയുമാണ് ഇതിനകത്തെ മെയിൻ പോയിന്റ്സ്. ഹോപ്പ് ഇറ്റ് ഈസ് യൂസ്ഫുൾ ടു യു. താങ്ക് യു.